ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ഒരു ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രത്തിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആണിത്. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അറ്റൻഡ് ചെയ്യുക. കൂടാതെ സയൻസ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് സയൻസുമായി ചോദിക്കുന്ന, അതായത് ജനറൽ സയൻസ്, രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, ഈ 3 സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ എഡിസൺ. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതാര്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂട്ടൺ. അടുത്ത ചോദ്യം, റഡാർ കണ്ടുപിടിച്ചതാര്? റഡാർ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ ബി, റോബർട്ട് വാട്സൺ വാട്ട്. അടുത്ത ചോദ്യം, ഒരു ഫാത്തം എത്ര മീറ്റർ ആണ്? ഒരു ഫാത്തം എത്ര മീറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ എ, 1.828 മീറ്റർ. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? ചോദ്യം ക്ലിയർ ആയിട്ട് വായിക്കുക. ശബ്ദത്തിന്റെ ആവൃത്തി. ഓപ്ഷൻ ബി, ഹെർട്സ്. അടുത്ത ചോദ്യം, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്. ഉത്തരം ഓപ്ഷൻ സി, 230 വോൾട്ട്. അടുത്ത ചോദ്യം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, അക്വസ്റ്റിക്സ്. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിന്റെ നിറം. പ്രപഞ്ചത്തിന്റെ നിറം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, കറുപ്പ്. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ്? ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ്? ഓപ്ഷൻ ബി, ഭൂമധ്യരേഖയിൽ. അടുത്ത ചോദ്യം, ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറമെന്ത്? ഉത്തരം ഓപ്ഷൻ എ, മഞ്ഞ. എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? ഉത്തരം ഓപ്ഷൻ സി, ഇലക്ട്രോൺ. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ ബി, ഹോളോഗ്രഫി. അടുത്ത ചോദ്യം, ഏതിന്റെ തീവ്രത സൂചിപ്പിക്കാനാണ് ബ്യൂഫോർട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നത്? ഏതിന്റെ തീവ്രത സൂചിപ്പിക്കാനാണ് ബ്യൂഫോർട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, കാറ്റിന്റെ തീവ്രത. അടുത്ത ചോദ്യം, പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? ഓപ്ഷൻ എ, 5ാമത്തെ അവസ്ഥ. അടുത്ത ചോദ്യം, വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. വളരെ
ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഓപ്ഷൻ സി പൈറോമീറ്റർ. അടുത്ത ചോദ്യം, വ്യത്യസ്ത തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം ഏതാണ്? വ്യത്യസ്ത തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം. ഓപ്ഷൻ സി അഡ്ഹിഷൻ. അടുത്ത ചോദ്യം, സ്വാഭാവിക കാന്തങ്ങൾ അറിയപ്പെടുന്ന പേര്. സ്വാഭാവിക കാന്തങ്ങൾ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ ലോഡ്സ്റ്റോൺ. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏത് മേഖലയിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? തൊട്ടുമുമ്പത്തെ ചോദ്യം ഏറ്റവും കുറവ് ഭാരം, ഇത് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഓപ്ഷൻ ഡി ധ്രുവങ്ങളിൽ. അടുത്ത ചോദ്യം, ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലമാണ്. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം. ഓപ്ഷൻ ബി കൊഹിഷൻ. അടുത്ത ചോദ്യം, ഇക്കോ സൗണ്ടർ ഉപയോഗിച്ച് അളക്കുന്നത്. ഇക്കോ സൗണ്ടർ ഉപയോഗിച്ച് എന്താണ് അളക്കുന്നത്? ഓപ്ഷൻ ബി ജലാശയങ്ങളുടെ ആഴം. അടുത്ത ചോദ്യം, സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലുകൾ തുല്യമാകുന്ന താപനില. സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലുകൾ തുല്യമാകുന്ന താപനില. ഓപ്ഷൻ എ -40. ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ ഏതാണ്? ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ. ഓപ്ഷൻ ബി സല്യൂട്ട് 1. എന്തളക്കാനാണ് നോട്ട് ഉപയോഗിക്കുന്നത്? എന്തളക്കാനാണ് നോട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കപ്പലിന്റെ വേഗം. അടുത്ത ചോദ്യം, ഒരു മൈൽ എത്ര കിലോമീറ്ററിന് സമമാണ്? ഉത്തരം ഓപ്ഷൻ ബി 1.609. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചതാര്? പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചതാരാണ്? ഓപ്ഷൻ എ ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അടുത്ത ചോദ്യം, ടിവിയുടെ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. ടിവിയുടെ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് കിരണങ്ങൾ. അടുത്ത ചോദ്യം, വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓപ്ഷൻ ബി ഓറഞ്ച് നിറം. അടുത്ത ചോദ്യം, ഏതവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത്? ഏതവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥയിൽ. അടുത്ത ചോദ്യം, ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ചലനത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ ഡി ഡൈനാമിക്സ്. കാർബൺ 14 ഐസോടോപ്പിന്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? കാർബൺ 14 ഐസോടോപ്പിന്റെ അർദ്ധായുസ് 5760 വർഷം. അടുത്ത ചോദ്യം, പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്? പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്? ഓപ്ഷൻ ബി 6ാമത്തെ അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്? ശബ്ദം കടന്നു പോകാത്തത് ഏത് മാധ്യമത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏതിലൂടെയാണ്? ഓപ്ഷൻ സി ശൂന്യതയിലൂടെ കടന്നു പോകില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്.
ഓപ്ഷൻ സി ഫ്ലിന്റ് ഗ്ലാസ്. അടുത്ത ചോദ്യം, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ സി വോൾട്ട്. അടുത്ത ചോദ്യം, എത്ര കെൽവിനിലാണ് ജലം തിളയ്ക്കുന്നത്? എത്ര കെൽവിനിലാണ് ജലം തിളയ്ക്കുന്നത്? സെൽഷ്യസിലല്ല. ഓപ്ഷൻ ഡി 373 കെൽവിനിൽ. അടുത്ത ചോദ്യം, ഏത് നിറത്തിലുള്ള പ്രകാശത്തിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത്? തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള പ്രകാശം അല്ലെ ഏത് നിറത്തിനാണ് ഏറ്റവും കൂടുതലുള്ളത്? ഓപ്ഷൻ ഡി ചുവപ്പ്. നീല, പച്ച നിറങ്ങളിലുള്ള പ്രകാശം സംയോജിച്ചാൽ ലഭിക്കുന്ന നിറമേത്? ഓപ്ഷൻ സി സിയാൻ. അടുത്ത ചോദ്യം, ആദ്യത്തെ ബാരോമീറ്റർ നിർമ്മിച്ചതാര്? ആദ്യത്തെ ബാരോമീറ്റർ നിർമ്മിച്ചതാരാണ്? ഓപ്ഷൻ സി ടോറിസെല്ലി. അടുത്ത ചോദ്യം, ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാര്? ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ സി കെപ്ലർ. അടുത്ത ചോദ്യം, അന്തരീക്ഷമില്ല എങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? അന്തരീക്ഷമില്ല എങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? ഓപ്ഷൻ സി കറുപ്പ്. വയർലെസ് ടെലിഗ്രാഫിയുടെ പിതാവ്. വയർലെസ് ടെലിഗ്രാഫിയുടെ പിതാവാര്? ഓപ്ഷൻ ഡി മാർക്കോണി. അടുത്ത ചോദ്യം, നൈട്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം. നൈട്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം എന്താണ്? ഓപ്ഷൻ എ ചുവപ്പ്. അടുത്ത ചോദ്യം, അടുത്തത്, സൂര്യന്റെ കാണാൻ കഴിയുന്ന ഭാഗം ഏത്? സൂര്യന്റെ കാണാൻ കഴിയുന്ന ഭാഗം? ഓപ്ഷൻ ബി ഫോട്ടോസ്ഫിയർ. അടുത്ത ചോദ്യം, ബാർഡിൻ, ഷോക്ലി എന്നിവർ ഏതിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തി നേടിയത്? ആരൊക്കെയാണ്? ബാർഡിൻ, ഷോക്ലി. ഓപ്ഷൻ സി ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തം. ചന്ദ്രന്റെ പലായന പ്രവേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ചന്ദ്രന്റെ പലായന പ്രവേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ ബി 2.37. നിയോൺ വേപ്പർ ലാമ്പിന്റെ നിറം. നിയോൺ വേപ്പർ ലാമ്പിന്റെ നിറം എന്താണ്? ഓപ്ഷൻ സി ഓറഞ്ച്. ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ആ ഒരു മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക്